ഡിഷ് ഉണ്ടാക്കാം. അത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറ്, ചപ്പാത്തി, ബ്രെഡ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമ. എല്ലാവർക്കും ഡൊമിനിയോ ദീപക്സിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാമേ. അതിന് ഞാൻ എല്ലോട് കൂടിയ ഒരു 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അതും കൊച്ചായിട്ട് അരിഞ്ഞത്, ഒരു 2-3 പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൈവച്ച് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഒരു 20 മിനിറ്റത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മസാലയ്ക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിക്കാനുള്ള എല്ലാം ഏതൊക്കെയാണെന്ന് ഞാൻ പറയാമേ. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 4 ഏലക്ക, ഒരു സ്റ്റാർ ഉണ്ട്, പിന്നെ ഒരു 10-12 ഗ്രാമ്പു, ഒരു 2 ചെറിയ പീസ് പട്ട. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് നല്ലോണം അടിച്ച് നല്ല പൊടിയായിട്ട് എടുക്കാം. നമ്മൾ എടുത്ത മസാലക്കൂട്ട് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചാൽ തീരെ പൗഡർ ടൈപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല മതി. പാത്രം നല്ലോണം ചൂടായി കഴിഞ്ഞ് അതിനകത്ത് കുറച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. ഞാൻ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ 1 പിടി കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 5-6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങി. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ഇടാം. എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കാണ്. ചിക്കൻ പീസസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞ് ഇനി നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. നമ്മളിപ്പോൾ ചിക്കൻ അടച്ചു വെച്ച് വേവിച്ചായിരുന്നു. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, കണ്ടോ, വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഞാൻ വേറെ വെള്ളത്തിയിട്ട് വേവിച്ച് വെച്ചിരുന്നു, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഇടാവുന്നതേ ഉള്ളൂ. ചിലർക്ക് ക്യാരറ്റ് ഇഷ്ടമല്ല, ഇവിടെയും ക്യാരറ്റ് വലിയ പിടുത്തമില്ല, അതുകൊണ്ടാണ് ക്യാരറ്റ് ഇടാഞ്ഞത്. ഉരുളക്കിഴങ്ങ് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ. ഇത്ര ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാല നമ്മൾ മിക്സിയിലടിച്ച് അതൊരു 1/2 ടീസ്പൂണ് ഒന്ന് ഇതിനകത്തോട്ട് ഇടാം. ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തായിരുന്നു. ഒരു മീഡിയം സൈസ് തേങ്ങ എടുത്തു. അതിനകത്ത് 1/2 കപ്പ് വെള്ളത്തിലാണ് 1-ാം പാൽ എടുത്തേക്കുന്നത്. മിക്സിയിൽ അടിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. 2-ാം പാൽ എടുത്തേക്കുന്നത് 1 കപ്പ് വെള്ളത്തിലാണ്. ഇപ്പം നമുക്ക് ആദ്യം ഒഴിക്കേണ്ടത് 2-ാം പാലാണ്. ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചിക്കനൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞ് ഒന്ന് നമുക്ക് മിക്സ് ആക്കാം. നമ്മുടെ ചിക്കൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് 3-4 കൊച്ചുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത്. ഈ സമയത്ത് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നട്ട്സൊക്കെ ഇടാം. ചിലർ നട്ട്സൊക്കെ ഇടാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഇട്ടില്ല, കൊച്ചുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കാം. അപ്പോൾ ഉള്ളി ഇത്തിരി ഒന്ന് ബ്രൗൺ ആയിപ്പോയി കേട്ടോ, ഇത്രയും ബ്രൗൺ ആവണ്ട. അതിൻ്റെ അകത്ത് ഞാൻ ഒരു 3 പച്ചമുളക് ആവശ്യമുണ്ട് ഇട്ടാൽ മതി, എരിവ് നോക്കി ഇടണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ല മിക്സായി കഴിഞ്ഞ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൽ നിന്ന് 2-3 പീസ് ഒന്ന് ഉടച്ചു കൊടുക്കണം ചെറുതായിട്ട്. ടേസ്റ്റും കൂടും, ഒന്ന് കുറുകി വരാനും കൂടാണ്. നല്ല വെന്തിരിക്കുവാണ്. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കിക്കോണം. ഗ്രേവി ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ച് അധികം തിളക്കരുത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് നട്ട്സും കൂടെ വെള്ളത്തിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7-8 ഫുൾ നട്ട്സ് അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട്
ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കി കുറച്ച് കുറവാണ്, അപ്പം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിന് ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ആ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് എടുക്കാം. ലാസ്റ്റിൽ നമ്മുടെ ആ ഗരം മസാല കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ, അതൊന്ന് ചെറുതായിട്ട് കുറച്ച് മതി, ഒന്ന് എല്ലായിടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടുക. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് സർവിങ് ബൗളിലോട്ട് എടുക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കുറുമ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഈസ്റ്റർ ഒക്കെ വരികയാണ്, എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വലിയ ജോലിയൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ ഈസ്റ്ററിന് ഇത് എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ബൈ.